ഇന്റർസ്റ്റെല്ലാർ ഡയറക്റ്റഡ് ബൈ ക്രിസ്റ്റഫർ നോളൻ. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ തിയേറ്ററിൽ അതായത് ഐമാക്സിൽ എക്സ്പീരിയൻസ് ഇപ്പോഴും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാകെ ഒരാഴ്ച വരെ ഈ സിനിമ ഉള്ളൂ തിയേറ്ററിൽ. അത് 7-ാം തീയതി റിലീസ് ചെയ്തത് 14-ാം തീയതി, ഈ മാസം 14-ാം തീയതി വരെ ഈ ഒരു സിനിമ തിയേറ്ററിലുള്ളൂ. പക്ഷെ ഞാൻ ആദ്യം നിങ്ങളിത് തിയേറ്ററിൽ പോയി കാണണം എന്ന് പറഞ്ഞ മുന്നേ ഞാനൊരു കാര്യം ഞങ്ങളോട് പറയാം. അതായത് ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടവരും കാണാത്തവരൊക്കെ ഉണ്ടാവും. കാണാത്തവർക്ക് എന്തായാലും ഒന്നും അറിയാതെ പോകല്ലേ, ഒരു സിനിമ എന്താന്ന് കൂടി അറിയാതെ പോയിട്ട് കാണുമ്പോൾ അതൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷെ ഞാനൊക്കെ ഇൻട്രസ്റ്റെല്ലാറൊക്കെ കണ്ടതാണ്, അല്ല കൂടുതൽ ആൾക്കാരും കണ്ടതന്നെയാണ് ഇൻട്രസ്റ്റെല്ലാർ. പക്ഷെ ഈ ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടിവിയിലാ മൊബൈലിലാ എങ്ങനെയാണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണോ ക്രിസ്റ്റഫർ നോളന് നമ്മളെ മുന്നിൽ കിട്ടി തന്നത് അതിന്റെ 2% പോലും നമ്മൾ കണ്ടിട്ടില്ല. അത് ഞാൻ ഐമാക്സിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഒരു 2% ഉണ്ടെങ്കിൽ ഉണ്ട്, അത് മാക്സിമം ആണ്. അതുപോലെ എന്താണോ ക്രിസ്റ്റഫർ നോളൻ എടുത്തു വെച്ചത് അതിന്റെ 2% പോലും നമ്മൾ എക്സ്പീരിയൻസ് ഇതുവരെ ചെയ്തിട്ടില്ല. അതിന്റെ സാധനമാണ് ഇന്റർസ്റ്റെല്ലാർ എന്ന് പറയുന്നത്. അത് ഐമാക്സിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒറ്റ കാര്യം പറയാം, ഇങ്ങനത്തെ ഒരു പടം, ഇങ്ങനത്തെ ഒരു സൗണ്ട് ഡിസൈൻ, ഇങ്ങനത്തെ ഒരു മ്യൂസിക് വൺസ് ഇൻ എ ലൈഫ് ടൈം സാധനമാണ്. അത് ഇതിനേക്കാളും മികച്ചൊരു പടം ഇല്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് അത് ഭയങ്കര സ്ലോ പേസ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നവരുണ്ട്. ശരിയാണ്, സ്ലോ പേസ് ആണ്, എല്ലാന്നൊന്നും പറയണില്ല. പക്ഷെ ഇതിൽ സ്പേസിക്ക് പോകുന്ന സമയത്ത് അവിടെ മാർക്കോലുള്ള വയലൻസ് എന്തായാലും വരില്ലല്ലോ. ഇതിന്റെ സ്റ്റോറി വേറെ രീതിയിലാണ്. കാരണം സമയത്തിന്റെ വില ഇത്ര അധികം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തന്ന വേറൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, അത് എല്ലാ ഇപ്പൊ ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിന്റെ വിഷ്വൽ എക്സ്പീരിയൻസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ ഐമാക്സിൽ കാണണം. ഈ പറഞ്ഞ സ്റ്റോറി ടെല്ലിംഗ്, ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ഒക്കെ. അതായത് ഇതില് മറ്റേ ഡോക്കിംഗ് എന്ന് പറഞ്ഞ ഡോക്കിംഗ് സീൻ ഉണ്ടല്ലോ, അതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആ സീനൊക്കെ വരുന്ന സമയത്തൊക്കെ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മൾ കണ്ട തന്നെയാണ് കാണുന്നത്. മനസ്സിലായില്ലേ? കണ്ട സാധനം നമുക്ക് അറിയാം എന്താണ് നടക്കാൻ പോകണമെന്ന് അറിയാം. ഒരു ട്വിസ്റ്റോട് കൂടിയിട്ടല്ലേ നമ്മൾ ഈ പ്രാവശ്യം ഐമാക്സിൽ ഇരുന്ന് പോയി കാണണം. ബട്ട് സ്റ്റിൽ നമ്മളെ രോമം നീച്ച് നിൽക്കും, ഗൂസ് ബംപ്സ്. അമ്മാതിരി ഒരു വിഷ്വൽ ട്രീറ്റ്. ദർ ഇസ് നോ മൂവി ബെറ്റർ ദാൻ ഇന്റർസ്റ്റെല്ലാർ. അത് പിന്നെയും ഒരു കൺഫർമേഷൻ പോലെയാണ് ഐമാക്സ് ഞാൻ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടാനായിട്ടാണ് മാറുകയാണ് ഇത് ഇന്റർസ്റ്റെല്ലാർ. ആ സമയത്തൊക്കെ ഒരു മ്യൂസിക്കും, ആ മ്യൂസിക്കിന്റെ ഒക്കെ റേഞ്ച് എന്താണെന്നുള്ളത് പോലും നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? ഇപ്പൊ നിങ്ങൾ വിഷ്വൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സമയത്തും എല്ലാന്നുണ്ടെങ്കിലും വിഷ്വൽ, ഇതിപ്പോ ഇതിന്റെ VFX ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ശരിക്കുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ ഈ സിനിമന്റെ. ഇതിന്റെ ഒരു ടെക്നിക്കൽ വശം, ഇൻക്ലൂഡിംഗ് ഇൻ മ്യൂസിക്, ഇൻക്ലൂഡിംഗ് ഇൻ ഡയറക്ഷൻ, ഇതിന്റെ 1-2% പോലും നിങ്ങൾ ഐമാക്സിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇതിപ്പോ ഞാൻ ഈ കണ്ട സിനിമ പോയി കാണുന്ന ഒരു സംഭവം, ഞാൻ റിലീസ് ആയിട്ട് എനിക്ക് തോന്നുന്ന ആദ്യം അവസാനമായിട്ട് ഞാൻ കാണുന്നത് ഇന്റർസ്റ്റെല്ലാറാണ്. വേറെ ഏതൊരു മൂവി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പിന്നെ റിലീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതേപോലെ സമയം കളഞ്ഞു, ഞാൻ പോയി കാണലില്ല. ബട്ട് ദിസ് ഈസ് ഇന്റർസ്റ്റെല്ലാറിനെ പോലത്തെ ഒരു പടം വേറെ എന്തുണ്ട്? അത് ഇഞ്ഞുമാണ്. നാളെ ഇഞ്ഞു റിലീസ് ചെയ്യാൻ ഇഞ്ഞും കാണും. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇഞ്ഞു റിലീസ് ചെയ്യുന്നത് ഞാൻ ഇഞ്ഞു പോയി ഇന്റർസ്റ്റെല്ലാർ കാണും. അപ്പൊ ഇതില് ഞാനിത് ഇങ്ങനെ കുറെ ഇരുന്ന് പറഞ്ഞിട്ട് കയറാം. സിനിമ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് ഇന്റർസ്റ്റെല്ലാർ എന്താണെന്ന്. നമ്മൾ കാണാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിരുന്ന് കാണാനുള്ളൂ. ഇത് ഫോണിൽ തന്നെ, ലാപ്ടോപ്പിൽ തന്നെ ഒക്കെ. പക്ഷെ കൂടുതൽ ആൾക്കാർ കണ്ടത് തന്നെയാണ്. അപ്പൊ ഞാൻ സിനിമ എങ്ങനെയുണ്ട്, സ്റ്റോറി എങ്ങനെയുണ്ട്, ഇതൊന്നും ഞാൻ വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല. 2014 ഇറങ്ങിയ പടം, റിലീസ് ചെയ്ത പടം. അപ്പൊ ഇതൊക്കെ എന്താണ് സംഭവം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പെർഫോമൻസ് എന്താണ്, അതൊക്കെ ഓസ്കാർ അടിച്ച് ഇങ്ങനെ കൊണ്ടുപോയ ഒരു സിനിമയാണ് ഇന്റർസ്റ്റെല്ലാർ എന്ന് പറഞ്ഞത്. ആക്ടറിന് ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പെർഫോമൻസ് എന്താണ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് വലിയ സ്ക്രീനിൽ ഇരുന്ന് അത്ര അധികം വലിയൊരു എന്താ പറയുക സൗണ്ട് എഫക്റ്റിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടിയൊരു ഫീല്, അതൊരു 1.5 ഫീലാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വൺസ് ഇൻ എ ലൈഫ് ടൈം സാധനമാണ്. നിങ്ങൾക്ക് ഏത് പടം ഇറങ്ങി കഴിഞ്ഞാലും ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്റർസ്റ്റെല്ലാർ എന്ന് പറഞ്ഞത് ഇവിടെ 100 കൊല്ലം കഴിഞ്ഞാലും ഒരു അത്ഭുതത്തോടെ നോക്കി കാണുന്ന ഒരു പടം ഇന്റർസ്റ്റെല്ലാർ എന്ന് പറഞ്ഞത്. ചിലപ്പോൾ ഇന്റർസ്റ്റെല്ലാറിനെക്കാളും വലിയ പടങ്ങൾ അത്രയും ടെക്നോളജി വളരുന്ന സമയത്ത് മൂവീസ് ഇതേപോലെ വിരോധിക്കാരോ. പക്ഷെ അത്രയും ടെക്നോളജി വളർന്നിട്ടില്ല. അന്നാണ് ക്രിസ്റ്റഫർ നോളൻ ഇവിടുന്ന് 10 കൊല്ലം മുന്നെയാണ് ആ സിനിമ എടുത്തത്. ഇവിടുന്ന് 10 കൊല്ലം മുന്നേ എന്ന് പറയുമ്പോൾ അത്രയും ടെക്നോളജീസ് വന്നിട്ടില്ല. അതിനുശേഷം ഇത്രയും ടെക്നോളജീസ് വന്നിട്ട് ഇന്റർസ്റ്റെല്ലാർ പോലത്തെ ഒരു സിനിമ ഇല്ല. മനസ്സിലായില്ല? അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ റിലീസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യമാണ്. കാരണം ഇവിടെ പോയി ഇതിന് പകരം പുഷ്പ ഇറങ്ങിയിരുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. കാരണം പുഷ്പ കാണാൻ ഐമാക്സിക്ക് എഴുന്നള്ളേണ്ട കാര്യമില്ല. അതല്ലാതെ തന്നെ നമുക്ക് തിയേറ്ററുകൾ ഉണ്ടല്ലോ കാണാൻ. ഐമാക്സിൽ ഇന്റർസ്റ്റെല്ലാറിനൊക്കെ റിപ്ലേസ് ചെയ്തിട്ട് പുഷ്പ വന്നെന്ന് പറയുമ്പോൾ എന്താ അവിടെ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഇന്റർസ്റ്റെല്ലാർ ഇന്ത്യയിൽ വന്ന് ഫസ്റ്റ് ദിവസം കാണണമെന്നുണ്ടായിരുന്നു, അതിന് പറ്റിയില്ല. എനിക്ക് 2ാമത്തെ ദിവസമാണ് കാണാൻ പറ്റിയത്. അപ്പൊ ഞാൻ പറയണത് ഇങ്ങനെ വലിച്ചു നീട്ടണമെന്നില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, സിനിമ കണ്ടവരാണെങ്കിലും കാണാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, കാരണം ഐമാക്സിന് മാത്രമേ. അപ്പോൾ ഞാൻ 10, 70, 80, 60 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്തിട്ടാണ് ഞാനും കണ്ടത്. പക്ഷെ ഞാൻ അവിടെ പോയപ്പോൾ ഇതിനേക്കാളും 200 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് വരുന്നുണ്ട് ആൾക്കാർ ഇന്റർസ്റ്റെല്ലാർ കാണാൻ. പക്ഷെ അത് നമുക്ക് ഇങ്ങനെ ഇന്ന് പറയാൻ മാത്രമല്ല, അപ്പൊ കുറെ പൈസ ചെലവുള്ള സംഭവമാണ് ഐമാക്സിൽ പോകാന്ന് വെച്ചാൽ. മിക്ക ആൾക്കാരും വീട്ടിന് മുന്നിലാവില്ല ഐമാക്സ് ഉള്ളത്.
അല്ലെങ്കിൽ തൊട്ടടുത്ത് 5-6 കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഐമാക്സ് എന്ന് പറയുന്നത്. ചില അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്നവരാണെങ്കിൽ ആ ഭാഗ്യമാണ്. അപ്പൊ ആണെങ്കിലും എല്ലാം നിലനിന്നെങ്കിൽ മൂവീസ് ഇഷ്ടമാണ്, അതിന് കുറെ പൈസ ചെലവുള്ള സംഭവമാണ്, പ്രത്യേകിച്ച് ഫാമിലി നീറ്റൊക്കെ പോകുന്ന സമയത്ത്. അപ്പൊ ഒക്കെ എല്ലതും ഒത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ കാണാം. കാരണം ആളുണ്ടെങ്കിൽ ഇല്ലെങ്കിലും 14-ാം തീയതി പടം പോകുന്നതാണ് ഞാൻ പറഞ്ഞു കേട്ടത്. പോവില്ലെന്നുള്ള എനിക്കറിയില്ല, കാരണം ഒരാഴ്ച മാത്രമേ ഇൻട്രസ്റ്റെല്ലാരോട് കളിക്കുള്ളൂ. ആളുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കഴിയുമെന്നാണ് പറയുന്നത്. എനിക്ക് അതിനെ പറ്റി അറിയില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ വൺസ് ഇൻ എ ലൈഫ് ടൈം മൊമെന്റ് ആണ്. അത് നിങ്ങൾ മിസ് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ സാധാ തിയേറ്ററിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിർബന്ധിക്കരുത് പോയി കാണണം നടന്നത്. ഇത് കുറെ യാത്ര ചെയ്തിട്ട് അങ്ങനെ പല തടസ്സങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഞാൻ പറയണത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റെല്ലാറിന്റെ റിലീസ് കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഓഫ്.